ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എല്ലാം കൂടെ ഒത്തുചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നോക്കാം പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഏതൊക്കെയാണ്. ഒന്നാമത്തെ, ഹൈദരാബാദിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ തായ്ലാൻഡിൻ്റെ ഓപ്പൽ സുജത ആണ് വിജയിയായത്. ഹൈദരാബാദിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ തായ്ലാൻഡിലെ ഓപ്പൽ സുജതയാണ് വിജയിയായിരിക്കുന്നത്. നെക്സ്റ്റ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് PSG-ക്കാണ്. 2025 യുവേഫ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് PSG-ക്കാണ്. നെക്സ്റ്റ്, ഈയിടെ തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? കരോൾ നവ്റോക്കി. പോളണ്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? കരോൾ നവ്റോക്കി. അടുത്തത്, IPL T20 ക്രിക്കറ്റിൽ വിജയം നേടിയത് ബാംഗ്ലൂരിൻ്റെ റോയൽ ചലഞ്ചേഴ്സാണ്. IPL T20 ക്രിക്കറ്റിൽ വിജയം നേടിയത് ആരാ? ബാംഗ്ലൂരു ആയ റോയൽ ചലഞ്ചേഴ്സാണ്. നെക്സ്റ്റ്, ഈയിടെയായിട്ട് ബംഗ്ലാദേശ് സർക്കാർ രാഷ്ട്രപിതാവ് പദവി ആരുടെയാണ് രാഷ്ട്രപിതാവ് പദവി നീക്കം ചെയ്തത്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ. അപ്പോൾ രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം. ഈയിടെ ഏത് സംസ്ഥാനമാണ് ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് രാജ്യമാണ് രാഷ്ട്രപിതാവിൻ്റെ പദവി റദ്ദാക്കിയെന്ന് വെച്ചാൽ ബംഗ്ലാദേശാണ്. ആരുടെയാണെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെയാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് എവിടാണ്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജാണ് ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. അത് 2025 ജൂൺ മാസത്തിലാണ്. ജൂൺ 6-നാണ് രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത്. ഇനി നെക്സ്റ്റ്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസിൽ US താരം കോക്കോ ഗോഫുമാണ് ജേതാക്കൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ വിജയിയായത് ആരാണ്? സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസും വനിതാ വിഭാഗത്തിൽ US താരമായ കോക്കോ ഗോഫും. കാർലോസ് അൽക്കാരസും കോക്കോ ഗോഫും. നെക്സ്റ്റ്, ഇനി ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ സ്ത്രീ പുരുഷ തുല്യതയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ സ്ത്രീ പുരുഷ തുല്യതയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. 131 സ്ഥാനമാണ് സ്ത്രീ പുരുഷ തുല്യതയിൽ ഇന്ത്യയുടെ സ്ഥാനം. നെക്സ്റ്റ്, ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്കയാണ് കിരീടം നേടിയത്. ICCയുടെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായതാരാണ്? ദക്ഷിണാഫ്രിക്ക. അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ആൻസി ക്രിസ്റ്റൽ അവാർഡാണ്. ആൻസി ക്രിസ്റ്റൽ അവാർഡാണ്. അത് 2025 ജൂൺ 16 ലഭിച്ച മലയാളി ആരാണ്? സുരേഷ് എറിയാട്ടിനാണ്. അപ്പോൾ അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ച മലയാളിയാണ് സുരേഷ് എറിയാട്ട്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ P. ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനുമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ P. ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന കൃതിക്കാണ്. ബാലസാഹിത്യം നിന്ന് ശ്രീജിത്ത് മുത്തേടത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ. അഖിൽ P. ധർമ്മജൻ, അദ്ദേഹത്തിന് റാം കെയർ ഓഫ് ആനന്ദി, പിന്നെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിന്, അദ്ദേഹത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ. നെക്സ്റ്റ്, ഇന്ത്യ ഗ്ലോബൽ ഫോറം ആർച്ച് അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ഇന്ത്യൻ എഴുത്തുകാരിയായ ശാലിനി മല്ലിക്കിന് ലഭിച്ചു.
ഇന്ത്യ ഗ്ലോബൽ ഫോറം ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ലഭിച്ചത് ആരാ? ഇന്ത്യൻ എഴുത്തുകാരിയായ ശാലിനി മല്ലിക്കിനാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം ലഭിച്ചത് KG പരമേശ്വരൻ നായർക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം 2021 ലഭിച്ചത് KG പരമേശ്വരൻ നായർ, 2022 ഏഴാഞ്ചേരി രാമചന്ദ്രൻ, 2023 N അശോകന്. ഓക്കെ, നെക്സ്റ്റ് പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയാണ് ജേതാവായത്. പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ വിജയായത് നീരജ് ചോപ്രയാണ്. ഇനി ഏത് സംസ്ഥാനത്തിൻ്റെ കോടതി മുറിയിലാണ് BR അംബേദ്കറുടെ ചിത്രം നിർബന്ധമാക്കിയത്? കർണാടകയിലെ. അപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ കോടതി മുറികളിലാണ് BR അംബേദ്കറുടെ ചിത്രം നിർബന്ധമാക്കിയത്? കർണാടകയിലെ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ്? ശുഭാംശു ശുക്ല. ദൗത്യത്തിൻ്റെ പേര് ആക്സിയം 4. ഏത് സ്റ്റേഡിയത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? കെന്നഡി സ്പേസ് സെൻറ്ററിൽ. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ച വാഹനം സ്പേസ് എക്സ് ഫാൽക്കൺ 9. സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ്. ഓക്കെ, ഇനി പേടകം ഡ്രാഗൺ C 213 പേടകം എന്ന് പറയുന്നത് ഡ്രാഗൺ 213 പേടകമാണ്. ഓക്കെ, ഇനി പേടകത്തിലുണ്ടായിരുന്ന യാത്രക്കാരായിരിക്കായിരുന്നു? US ആയിരുന്ന പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടായ സ്ലോവോസ് വിസ്നോവിസ്കി ആൻഡ് ഹംഗറിക്കാരനായ ഡിബോർ കാമ്പോ എന്നിവരാണ് സഹയാത്രികർ. ഓക്കെ, ഇത് പെഗ്ഗി വിറ്റ്സൻ്റെ കുറച്ച് പ്രത്യേകതയുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വനിത, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ നിലയത്തിൽ സഞ്ചരിച്ച അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന വ്യക്തി, ഇതൊക്കെ പെഗ്ഗി വിറ്റ്സൺ ആണ്. ഓക്കെ, പിന്നെ KV രാമകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമേന്ദ്രൻ എന്നിവർക്ക് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം പുരസ്കാരം ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വ പുരസ്കാരം ലഭിച്ചതാരൊക്കെയാണ്? KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN മല്ലിക, യൂനിസ് എന്നിവർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ളത്. അപ്പം ഏഴാഞ്ചേരി രാമചന്ദ്രനും KV രാമകൃഷ്ണനുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വത്തിനുള്ള അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് ഉസ്ബെക്കിസ്ഥാനിലെ ചെസ് കപ്പിൽ ജേതാവായതോടെ R പ്രജ്ഞാനന്ദയ്ക്ക് ലോക ചെസ് റാങ്കിങ്ങിൽ 4ാം സ്ഥാനവും ഇന്ത്യയിൽ 1ാം സ്ഥാനവും ലഭിച്ചു. ഓക്കെ, രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് 2025 തിരഞ്ഞെടുത്തത് മൂന്നാറിലെ ഇരവികുളവും ജമ്മു കാശ്മീർ ദച്ചിങ്ങാമും. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി മൂന്നാറിലെ ഇരവികുളവും തിരഞ്ഞെടുത്തത് മൂന്നാറിലെ ഇരവികുളവും ജമ്മു കാശ്മീരിലെ ദച്ചിങ്ങാമുമാണ് 2025 രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ലയായത് കോട്ടയത്തെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ല ഏതാണ്? കോട്ടയം. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ല കോട്ടയം. ഇനി റോയുടെ റിസർച്ച് ആൻഡ് അനലിസ്റ്റിക് വിങ് അതിൻ്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തത് ആരാണ്? പരാഗ് ജെയിൻ ആണ്. റോയുടെ പുതിയ മേധാവി പരാഗ് ജെയിൻ. പുരുഷ ജാവലിൻ ത്രോയിൽ ലോക റാങ്കിങ്ങിലെ 1ാം സ്ഥാനം നീരജ് ചോപ്രയാണ്. പുരുഷ ജാവലിൻ ത്രോയിൽ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. ഒന്ന്, ഈ പുരുഷ ജാവലിൻ ത്രോയിൽ ലോക റാങ്കിങ് 1ാം സൈഡ് നീരജ് ചോപ്ര, പിന്നെ റോയുടെ മേധാവ് പരാഗ് ജെയിന്, രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ല കോട്ടയം, മികച്ച ദേശീയോദ്യാനങ്ങൾ ജമ്മു കാശ്മീരിലെ ദച്ചിങ്ങാമും ഇരവികുളവും, പിന്നെ അതുപോലെ തന്നെ ആക്സിയം 4 ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. ഓക്കെ,
ഇന്ത്യക്കാരൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. പദ്ധതിയുടെ പേര് ആക്സിയം 4. റോക്കറ്റ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5. പിന്നെ പേടകം എന്ന് പറയുന്ന ഡ്രാഗൺ ശ്രീ 213 പേടകം. പിന്നെ അവരുടെ സഹയാത്രികരുടെ പേര്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരവും ബാലസാഹിത്യ പുരസ്കാരവും ലഭിച്ചത് ആർക്കൊക്കെയാണെന്നുള്ളത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൻ്റെ വിജയികൾ. ഏറ്റവും ഉയരത്തിലുള്ള പാലം ആർച്ച് ബ്രിഡ്ജ് ചെനാബ്. പിന്നെ BR അംബേദ്കറിൻ്റെ പടം നിർബന്ധമാക്കിയ ഏത് സംസ്ഥാനത്ത കോടതിയിലാണ്? കർണാടക. അപ്പോൾ ഇത്രയും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് അടുത്ത PSCയുടെ ക്വസ്റ്റ്യനിൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഞാൻ എല്ലാവർക്കും വിജയാശംസകൾ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.